അങ്ങനെ മഞ്ഞപ്പടയുടെ പ്രതിഷേധത്തിനൊരു ക്വിക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റീപ്ലേസ്മെൻ്റ് അല്ലാതെ ഒരു ഫോറിൻ പ്ലെയറെ സൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതും ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ആ പ്ലെയറുടെ പേര് ദുഷാൻ ലഗേറ്റർ എന്നാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡറാണോ സെൻറ്റർ ബാക്ക് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പുള്ളി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഞാൻ നോക്കിയിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നതും പുള്ളി ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ്. പക്ക ഒരു DM കളിക്കാനുള്ള ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കളികളൊക്കെ കാണാം. ഞാൻ കളികളൊന്നും കണ്ടിട്ടില്ല. ഹൈലൈറ്റ്സും പിന്നെ 1-2 കളിയുടെ തുടക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ്. സോഫാർ കളിയൊക്കെ കണ്ടിട്ട് വളരെ നല്ല പ്ലെയറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്ലെയർ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒഴിവാക്കണമല്ലോ. മിക്കവാറും നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത് കോയഫിനായിരിക്കും. അപ്പോൾ കോയഫിനെ എന്തിനു നമ്മൾ സൈൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ. അത് കരോളിസ് സ്കിൻകിസ് എന്ന STയുടെ മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. STനെ സംബന്ധിച്ച് ഈ സീസണിൽ ശരിക്കും ആകെ ഒരു ജോബേ ഉണ്ടായിരുന്നുള്ളൂ. ജീക്സൺ സിംഗ് എന്നുള്ള പ്ലെയർ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് നമുക്ക് തന്നെ ഒരു 5-6 മാസം മുമ്പ് തന്നെ അറിയായിരുന്നു. അപ്പോൾ സീസൺ തുടങ്ങുന്ന ഒരു കൊല്ലം മുമ്പെങ്കിലും STക്ക് അറിയാൻ പറ്റും ഈ പ്ലെയർ എന്തായാലും നമ്മളെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ ജീക്സിന് പകരമായിട്ട് സൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യാനുള്ളതായിരുന്നു. ആകെ പെപ്രയും മിലോസും മാത്രമേ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 സൈനിങ് ചെയ്യാനായിട്ട് ഉള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അത് കൊളാക്കി അവസാനം കോയഫിനെ പോലെ ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ് കൊണ്ടുവന്നത്. അത് DMF ഒഴിച്ച് ബാക്കി സെൻറ്റർ ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, സെൻറ്റർ മിഡ്ഫീൽഡ് വരെ കളിക്കാൻ പറ്റുന്ന ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കോയഫ്. അങ്ങനത്തെ ഒരു പ്ലെയറെയാണ് നമ്മൾ സൈൻ ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ നമുക്ക് വേണ്ടിയിരുന്നത് ശരിക്കും ജീക്സിന് പകരം ഒരു അവിടെ നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പ്ലെയറാണ്. ജീക്സിനേക്കാളും ഫാർ ബെറ്റർ എന്ന രീതിയിൽ ഒരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോകുമ്പോൾ എനിക്ക് സത്യം പറയാൻ സന്തോഷമുണ്ട്. കാരണം അത്രയും ദുരന്തം മിഡ്ഫീൽഡ് ഗെയിമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇപ്പം തന്നെ ISL എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം മിഡ്ഫീൽഡ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടും ലഗേറ്റർ വരുമ്പോൾ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കളി കാണാനേ പറ്റും. കോയഫ് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയഫ് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സെൻറ്റർ മിഡ്ഫീൽഡ് ടൈപ്പ് ഓഫ് പ്ലെയറാണ്. നമുക്ക് ഓൾറെഡി അങ്ങനത്തെ പ്ലെയേഴ്സ് ഉണ്ട്. വിപിനൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പിറകിൽ ഉള്ളപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ സൈൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഈ സീസണിൻ്റെ സ്റ്റാർട്ടിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ST ചതിച്ചു. ശരിക്കും നമ്മുടെ ആരാധകർ പ്രതിഷേധം ഇപ്പോൾ മാനേജ്മെൻറ്റിനെതിരെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ ഈ ടീമിൻ്റെ ഈ അവസ്ഥയിൽ എത്താൻ നല്ലൊരു പങ്ക് വഹിച്ചത് STയുടെ ഈ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. എന്തായാലും പുള്ളി ഒരു തെറ്റ് തിരുത്താൻ അറ്റ്ലീസ്റ്റ് ഈ ജനുവരി വേണ്ടിയാലും ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒരു ഓപ്ഷനായിരുന്നു. നിഖിൽ പ്രഭുവിനൊക്കെ സൈൻ ചെയ്തവനെ കൊണ്ടുവരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ 1.5 കോടി കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കൊണ്ടുവന്നു. പുള്ളി അങ്ങനെ ഫോം ഔട്ട് ആയിരിക്കും. ഇഞ്ചുറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകരം കളിക്കാൻ പറ്റും നമുക്ക് ആരില്ല. ഏതൊരു ഇന്ത്യൻ മിഡ്ഫീൽഡിനേക്കാളും നമുക്കൊരു 10 വരെ 20 മടങ്ങ് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു സാധാരണ ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പറ്റും. ഇതെല്ലാം ലഗേറ്ററിൻ്റെ കളിയിൽ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടാം, പുള്ളിയുടെ കളി എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ സോഫാർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഒരു സൈനിങ് തന്നെയാണ് ലഗേറ്റർ. നല്ല ബോൾ പ്ലേയിങ് ആയിട്ടുള്ള പ്ലെയറാണ്. ഡിഫൻസീവ് എബിലിറ്റി ഞാൻ അങ്ങനെ കണ്ട് തുടങ്ങിയിട്ട് എനിക്കധികം അത് ഒരു ഇമ്പ്രസ് ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്ര ഫിസിക്കലി ഡിഫെൻഡ് ചെയ്യുന്നൊരു പ്ലെയറാണ് തോന്നുന്നില്ല. അത്ര മിലോസിനൊക്കെ പോലെ കയറി ചെന്ന് പിടിച്ചിടുക, തള്ളിയിടുക, അങ്ങനെ ഫൗളുകൾ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര നീറ്റായിട്ടുള്ള പ്ലെയറായിട്ട് തോന്നുന്നു. ബോൾ പ്ലേയിങ് എബിലിറ്റി ഉണ്ട്. വേണമെന്ന് വെച്ചാൽ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നല്ല റേഞ്ച് ഓഫ് പാസ് പുള്ളിക്കുണ്ട്. പിന്നെ ഒരു ലാക്ക് എന്ന് പറയാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്വിക്നെസ്, അജിലിറ്റി കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഒരു കൗണ്ടറിൻ്റെ കേസിൽ പിറകോട്ട് ഓടി വരിക, ആ കേസൊക്കെ പുള്ളി മിസ്സിംഗ് ആണ് തോന്നുന്നു. എനിക്ക് പിന്നെ തോന്നുന്നു പുള്ളി ഇങ്ങനെ പിറകിൽ നിന്ന് കളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ്. സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ മോണ്ടിനെഗ്രോയിലാണെന്ന് നിങ്ങൾക്കറിയാം. മിലോസിൻ്റെ ഒപ്പം ഒരു കളി കളിച്ചിട്ടുണ്ട്. Under-21 മിലോസിൻ്റെ ഫസ്റ്റ് കളി, ലഗേറ്റൻ്റെ ലാസ്റ്റ് കളി Under-21 ഒരു കളിയായിരുന്നു. പിന്നെ നമ്മുടെ ഹെസൂസ് പോളണ്ടിലുള്ള ടൈമിൽ ഹെസൂസിനെതിരെ പുള്ളി 2 സീസൺ കളിച്ചിട്ടുണ്ട്. 1-2 മാച്ച് അവിടെ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ടീമായിട്ട് ലിങ്ക് ഉണ്ട് ആ പ്ലെയർ. ST 2 കൊല്ലമായിട്ട് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പറ്റിയൊരു സൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് കളി കണ്ടിട്ട് പറയാം. നല്ല രീതിയിൽ ടീം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും ചീറ്റനൊക്കെ ചീത്ത പറയുന്ന ഒരാളായി. ഇനി കടുവടം ചീറ്റയുടെ ഒരു മുതലയും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മുതലാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.